ഹായ് ഗൈസ്, ഇന്ന് താത്താൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഇന്നലെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രണ്ടാളുടെയും കൂടി ബർത്ത്ഡേ ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഉമ്മ ബാങ്കിൽ എന്താ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാട്ടോ. അപ്പോൾ ഞാൻ ഷർഫൂനെ വിളിച്ചിട്ട് ഒരു കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാനും അനിയത്തിയും താത്തയും കൂടി പ്ലാൻ ചെയ്താട്ടോ. താത്താൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും താത്താക്കും അറിയാം എന്നിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതായത് താത്താക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി പെരുന്നാളിൻ്റെ ദിവസം താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ മീറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അത് പെട്ടെന്നുണ്ടായ പ്ലാനാണ്. അങ്ങനെ പിന്നെ ഉമ്മാക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിമും ഒരു കത്തും പിന്നെ ഒരു ബോഡി സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ കൊടുക്കേണ്ടിയിരുന്നു, പക്ഷേ ഇന്ന് ഇങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് എല്ലാവരും ഇടയിൽ വെച്ച് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേക്ക് മാറ്റിയതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ അനിയത്തിൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ ഷോർട്സിൽ ഉണ്ടാവുക. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം അളയാക്കിയും താത്തി ഇവിടെ എത്താനായി എന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ വേഗം ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ അനിയത്തിൻ്റെ സ്പെഷ്യൽ ചെയ്യുന്നു കേട്ടോ ബീഫ് ബിരിയാണി. ഷർഫും ഉമ്മയും കൂടി പുറത്ത് പോയതായിരുന്നു കേട്ടോ. എന്തോ ബാങ്കിലെ ആവശ്യത്തിന് ഒരു മാസം സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അളയാക്കാൻ്റെ പുതിയ ഡ്രസ്സല്ല കേട്ടോ, അത് അളയാക്ക് പുതിയത് വേറെ ഉണ്ടാ തിരുമ്പാട്ടതാണ്. ഇവർ വന്നപ്പോൾ ലേസ് ബേബി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലേസിനെ ഞാൻ വേഗം കൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വന്നപ്പോൾ ഏകദേശം 2 മണി 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവരെ കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കാത്തതിന്റെ കാരണം ഞാൻ ഇവർ വരുന്നതിന്റെ മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നേരെ വൈകി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കയറലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ നമ്മൾ നേരെ കേക്ക് കട്ടിംഗ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. താത്താക്ക് ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തോണ്ട് തന്നെ ഉമ്മാക്കുള്ള ഗിഫ്റ്റ് കൈയോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അത് കണ്ടാൽ മതി. ഇതിൽ ഞാനത് എന്താണെന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ, കാരണം അത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.